കർത്താവിൽ പ്രിയരെ, വിശുദ്ധ ബൈബിള് നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിക്കുമ്പോൾ ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് ദൈവം വെറുക്കുന്നത്? പ്രവാചകന്മാരിലൂടെയും യേശുക്രിസ്തു സംസാരിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും ഒന്നേ ഉള്ളൂ: നിങ്ങൾ മ്ലേച്ഛതയിൽ നിന്ന് മാറുക. എന്താണ് മ്ലേച്ഛത? അന്യ ആരാധന, അത് മ്ലേച്ഛതയാണ്. ദൈവം അന്യദേവന്മാരുടെ നാമത്തെ കീർത്തിക്കുന്നതിൻ്റെ വായിൽ എടുക്കരുത്. വായിൽ പോലും, അതായത് നിൻ്റെ നാവിൽ പോലും അന്യദൈവങ്ങളുടെ പേര് പറയാൻ ഇടയാകരുത്. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കില്ല എന്ന് യാഹ്വേ പറയുമ്പോൾ, അതിങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ വലിയൊരു കെണിയുണ്ട് ഉള്ളതുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം. നമുക്കറിയാം, ഇന്ന് കേരള സഭയിലേക്ക് നോക്കിയാൽ, കേരളത്തിലെ പല സഭകളിലേക്ക് നോക്കിയാൽ, യേശു പറഞ്ഞത്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്, അതിനെല്ലാം ഒരുപാട് വിപരീതമായി ഇന്ന് യാത്ര ചെയ്യുകയാണ്. ഇന്നൊരു ചർച്ചിൽ കയറി നോക്കിയാൽ ഇത് ക്ഷേത്രമാണോ പള്ളിയാണോ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കത്തില്ല. ഒരിക്കൽ ഒരു അക്രൈസ്തവ പുരോഹിതൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു യൂട്യൂബിലൂടെ: നിങ്ങളുടെ സനാതന കർമ്മമായ ഈ ബൈബിളാണോ നിങ്ങളൊന്ന് വലുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സത്യമുണ്ട്: നിങ്ങൾക്ക് വന്ന് ഒരു പൂണൂലിൻ്റെ കുറവും കൂടിയേ നിങ്ങൾക്കുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങളുടെ കോപ്പി അടിച്ച് നിങ്ങൾ കൊണ്ടുപോയി ചർച്ചയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് അനേക വ്യക്തികൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പിൻപറ്റുന്നു പറയുകയും അന്യാരാധനയുടെ എല്ലാ കാര്യങ്ങളും നടപടിക്രമമായി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊരു വചനത്തിലേക്ക് നമുക്ക് നോക്കാം. പുറപ്പാടിൻ്റെ തിരുവചനം അതിൻ്റെ 23-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുത്, അവരുടെ പ്രവൃത്തി പോലെ പ്രവർത്തിക്കരുത്, അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളയണം. ആരാണ് അവരെന്ന് പറയുന്നത്? ജാതികളാണ് അവരെന്ന് പറയുന്നത്. അവരുടെ വിഗ്രഹങ്ങളെ നിങ്ങൾ സേവിക്കരുത്, അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്. എന്താണിത് പറയാനുള്ള കാരണം? യഹോവ ഒരു സ്വാർത്ഥനായി ഇതുകൊണ്ടാണോ? അതെ, സ്വാർത്ഥതയുണ്ടെന്ന് കൂട്ടിക്കോ. കാരണം തൻ്റെ മക്കൾ മറ്റൊരു ദേവനെ ആരാധിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കെണി ഉള്ളതായിട്ട് വ്യക്തമായിട്ട് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ മേലധികാരി തന്നെ, ഒരു സഭയുടെ മേലധികാരി തന്നെ ഇത് വ്യക്തമായി കാണിച്ചു തരുമ്പോൾ, നീ ആരാധിച്ചോ, കുഴപ്പമില്ല, അന്യദേവനെ ആരാധിക്കാം, അന്യരുടെ ദൈവത്തെ കോപ്പിയടിച്ചു കൊണ്ടുവന്ന് നമുക്കതിനെ ആരാധിക്കുന്നത് തെറ്റില്ല എന്ന് പരസ്യമായി കാണിച്ചു തരുന്ന മാർപ്പാപ്പയും പുരോഹിതന്മാരും ഇന്ന് നിലനിൽക്കുവാണ്. എന്താണ് സംഭവം? ഒരു പച്ചമാമ ആമോസിൽ, അതായത് ആമസോണിലെ അൻസിഡിയൻസിൻ്റെ ഒരു ദേവിയാണ് പച്ചമാമ എന്ന് പറയുന്നത്. അവരാരാധിക്കുന്ന ഒരു ദേവതയാണ്. അതായത് ഇങ്ക് പുരാണത്തിലെ ഒരു ഭൂമി ദേവിയാണ്. അവരങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്, പച്ചമാമയെ കണക്കുകൂട്ടുന്നത് അതാണ്. അവരുടെ രൂപം നഗ്നമായ രൂപമാണ്. അവർ മുഴങ്കാലും അടക്കി തടിയിൽ കൊത്തിത്തീർത്ത പൂർണ്ണ ഗർഭിണിയായി നൂലുബന്ധ പോലുമില്ലാത്ത ഒരമ്മയുടെ വയറ്റിൽ നിന്ന് എങ്ങനെ ജനിച്ചോ അതേപോലെ ഉൾപ്പെടെ പുരോഹിതന്മാർ ഉൾപ്പെടെ മുട്ടുകുത്തി മുഴങ്കാലും അടക്കി ആരാധിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവരുടെ കുഞ്ഞാടുകൾ, ഇവർ നയിക്കപ്പെടുന്ന വ്യക്തികൾ എത്രമാത്രം അധപ്പതിച്ച റൂട്ടിലേക്കാണ് പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അധികാരി ഇത് ചെയ്യുമ്പോൾ, അധികാരി ഇതേ റൂട്ടിലേക്ക് പോകുമ്പോൾ, ഇതിനെ കീഴെ നിൽക്കുന്ന കുഞ്ഞാടുകളെ തിരുത്തേണ്ട അധികാരികളാണ് പച്ചമാമയുടെ നഗ്നമായ രൂപത്തിന് മുമ്പിൽ പോയി നിന്നിട്ട് മുട്ടുകുത്തി ആരാധിക്കുന്നതെങ്കിൽ അവരുടെ കീഴെ നിൽക്കുന്ന അണികൾ എത്ര ബലഹീനരായി പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. വിശുദ്ധ ഗലാത്യ ലേഖനത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് പഠിക്കുമ്പോൾ, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു അത്രേ. ഇതൊരു വേറൊരു സുവിശേഷം എന്നുള്ളതല്ല, ചിലർ എന്ന് വെച്ചാൽ ഇവരെ പോലെയുള്ള ചിലർ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മാറ്റിക്കളഞ്ഞ് വേറൊരു സുവിശേഷം എന്ന് വെച്ചാൽ അവൻ്റെ തത്വങ്ങൾ കൊണ്ടുവന്ന് ജനത്തിൻ്റെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന അധികാരികൾ, ഒരുങ്ങി നിൽക്കുന്ന അധികാരികൾ, അവരങ്ങനെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. അപ്പോൾ അവർ ജനങ്ങൾ വിചാരിക്കുന്ന എന്താ?
പച്ചമാമയെ ആരാധിക്കുന്ന മാർപ്പാപ്പ, അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്ന എഡിസൺ മുതലുള്ള പുരോഹിതന്മാർ മുട്ടുകുത്തി മുഴങ്കാലും അടക്കി ഈ പച്ച നഗ്നയായ സ്ത്രീയുടെ മുമ്പിൽ വൃത്തികേട് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കൈരൂപപ്പണിയായ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സ്വരൂപമാണ് പറഞ്ഞ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് വണങ്ങിക്കൂടാ? ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് അല്ലേ? കേരള സഭയിൽ ഒന്ന് ചർച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ പൊട്ട വിഗ്രഹങ്ങൾ, അന്ധതയുള്ള, കാണാൻ കണ്ണില്ലാത്ത, കണ്ണുണ്ട് കാണാൻ പറ്റുന്നില്ല, ചെവിയുണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, കാലാകാലങ്ങളിൽ പെയിന്റ് അടിച്ച ഏതെങ്കിലും ഒരു മേസ്തിരിയുടെ സഹായത്താൽ അടിച്ചുറപ്പിച്ച് നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ഈ ബോധമില്ലാത്ത മനുഷ്യർ പോയി മ്ലേച്ഛത പ്രവർത്തിക്കുകയല്ലേ ഇന്ന് ചെയ്യുന്നത്? ആരാണ് കാട്ടിക്കൊടുക്കുന്നത്? സഭ അധികാരികളാണ് കാട്ടിക്കൊടുക്കുന്നത്. അങ്ങനെയാണ് ജനത്തിനൊന്ന് വചനം അറിയത്തില്ലല്ലോ. ജനത്തിനെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന, ജനത്തിനെ കൊണ്ടുപോകുന്ന സാത്താൻ്റെ അടിമത്തത്തിലേക്ക്, നരകത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്. ഇതാണ് ഗലാത്യയിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ലീഗ വ്യക്തമായിട്ട് പറയുന്നു. ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. പൗലോസ് വ്യക്തമായിട്ട് പറയുക, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഇനി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഒരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. അപ്പം ഇവർ ഏത് പൗലോസ് പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് ഇവർ ഏത് ലിസ്റ്റിൽ പെടുത്താൻ പറ്റും? എൻ്റെ ചോദ്യം അതാണ്. ഇന്ന് വിഗ്രഹത്തെ ആരാധിക്കുന്ന, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ആരാധിപ്പിക്കുന്നവരെ, നിങ്ങളുടെ അവസ്ഥ പൗലോസ് ലീഗ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഏത് വ്യവസ്ഥ ആരാധിക്കാൻ പറ്റും? ദാനിയേൽ പ്രവാചകൻ നെബൂഖദ്നേസർ സ്വർണത്തിൻ്റെ ബിംബത്തെ മനോഹരമായി നീട്ടി. എല്ലാവരും പറഞ്ഞു, ദാനിയേൽ പറഞ്ഞു, കാഹളമെല്ലാം ഊതുമ്പോൾ, കുഴലെല്ലാം ഊതുമ്പോൾ എല്ലാ ജനങ്ങളും ഈ സ്വർണ്ണ ബിംബത്തിൻ്റെ മുമ്പിൽ, രാജാവ് നാട്ടിയിരിക്കുന്ന ബിംബത്തിൻ്റെ മുമ്പിൽ പോയി മുഴങ്കാലും അടക്കണം. ദാനിയേൽ പറഞ്ഞു, ഞാൻ ആരാധിക്കത്തില്ല, ജീവനുള്ള ദൈവം ഉണ്ട്, അതുകൊണ്ട് രാജാവെ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബിംബത്തിൻ്റെ മുമ്പിൽ പോയി ഞാൻ ആരാധിക്കത്തില്ല, നമസ്കരിക്കത്തില്ല. രാജാവ് പറഞ്ഞു, നമസ്കരിക്കാത്തതിനും വെള്ളത്തിനും തീയിലേക്ക് എടുത്തിടുന്നു പറഞ്ഞു. ഇനി എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചില്ലേലും വേണ്ടില്ല, നീ നാട്ടിയിരിക്കുന്ന ബിംബത്തിൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ ബോധ്യം, ദൃഢത അവിടെയാണ് കാണിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ഇതുപോലുള്ള മ്ലേച്ഛതയിലേക്കല്ല കാണിക്കേണ്ടത്. ഒരിക്കൽ ഒരു പുരോഹിതൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അക്രൈസ്തവന്റെ ദൈവ വിഗ്രഹങ്ങളെ എടുത്ത് നമുക്ക് കൊണ്ടുവന്ന് വെക്കാം, പക്ഷെ ദൈവമാണെന്ന് നിങ്ങൾ അതിനെ കണക്ക് കൂട്ടാതിരുന്നാൽ മതി. എന്നാൽ പിന്നെ എന്തിനാ ഇപ്പൊ അക്രൈസ്തവന്റെ ഇദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ കണക്ക് കൂട്ടിയത് ഇത്രയേ ഉള്ളൂ. അക്രൈസ്തവന്റെ ദേവനായ വിഗ്രഹത്തെ ചർച്ചിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കാം, പക്ഷെ ദൈവമാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടരുത്. നാളെ മാവേലിയെ എടുത്തു കൊണ്ടുപോയി ചർച്ചിൻ്റെ അകത്ത് നിങ്ങൾ വെക്കത്തില്ലേ? നിങ്ങൾ നാളെ മാവേലി എടുത്തുകൊണ്ട് വന്ന് ചർച്ചിൻ്റെ അകത്ത് വെച്ച ഈ ജനത്തെ ഇനി വരാനുള്ള ക്രിസ്തു ഇതാണെന്ന് നിങ്ങൾ പഠിപ്പിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ജനത്തെ എന്തെങ്കിലും ഉറപ്പ് പറയാനുണ്ടോ? കാരണം വെളിപ്പാട് വായിക്കുമ്പോൾ ബിംബാരാധികൾ, നായ്ക്കൾ, ശുദ്രക്കാർ ഇവർ സ്വർഗരാജ്യത്തിന് അവകാശിയല്ല എന്ന് പറയുമ്പോൾ, ലൈവായി ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കി. ഒരിക്കൽ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയുടെ വീട്ടിൽ ഒരു പുരോഹിതനും കൈക്കാരന്മാരും പ്രാർത്ഥനയ്ക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ചോദിച്ചു, തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ എന്തിയെ, അത് ഇവിടെ കാണുന്നില്ല, രൂപം എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അത് ബൈബിൾ വെച്ച അടിസ്ഥാനത്തിൽ അത് തെറ്റാണ്, ആ വിഗ്രഹത്തെ വെക്കുന്നത് തെറ്റായതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു മാറ്റി ആ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാനൊരു ബൈബിൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ സിസ്റ്റർ അങ്ങനെ തന്നെ ചെയ്തു. ഈ പുരോഹിതൻ എന്ത് ചെയ്തു? ഇത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വന്ന കൂടെ നിന്ന കൈക്കാരൻ, പള്ളിയുടെ അധികാരി ഉൾപ്പെടെ എടുത്ത് പടക്കോന്ന് പറഞ്ഞ് എടുത്ത് ചാടിപ്പോയി. അപ്പോൾ വിഗ്രഹത്തെ കണ്ടാല പ്രാർത്ഥന